ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് മകരമാസം 11-ാം തീയതി, അതായത് 2017 ജനുവരി മാസം 24-ാം തീയതി. ഇന്ന് ചൊവ്വാഴ്ചയാണ്. നക്ഷത്രം 24 നാഴിക തൃക്കേട്ടയും ബാക്കി മൂലവുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന, ജ്യോതിഷ ശാസ്ത്രത്തെക്കുറിച്ച് ഒട്ടനവധി അറിവുകൾ നമുക്ക് പകർന്നു നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമ്മ. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. പ്രിയപ്പെട്ട ശർമാജി, ഞാൻ പറവൂരിൽ നിന്നും വീട്ടമ്മ എഴുതുന്നു. എൻ്റെ മകളുടെ അവിട്ടം നാളാണ്. ഇപ്പോൾ വയസ്സ് 27 ആകുന്നു. ബിടെക്കും MBAയും കഴിഞ്ഞു. ജോലിയൊന്നും ആയിട്ടില്ല. ജോലി അടുത്ത് കിട്ടുമോ? കല്യാണ സമയം എപ്പോഴാണ് എന്ന് പറയാമോ? ചേരുന്ന നാളുകൾ ഏതാണെന്ന് പറയുക. 8-ൽ ചൊവ്വയാണ് എന്ന് പറയുന്നു. കല്യാണകാര്യമൊന്നും ശരിയാകുന്നില്ല. നല്ല ജീവിതം കിട്ടുമോ? ആകെ വിഷമത്തിലാണ്. ഇതിനൊരു മറുപടി എത്രയും പെട്ടെന്ന് പറഞ്ഞു തരുമോ? ഗ്രഹനില കൂടെ വയ്ക്കുന്നു എന്ന് ശോഭ. കഴിഞ്ഞ ദിവസത്തെ കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കത്തിലും ഗജകേസരി യോഗമാണ്. എന്നാൽ വ്യത്യാസമുള്ളത് നല്ല ഫുൾ പവറിലുള്ള ഗജകേസരി യോഗമാണ് എന്ന് മാത്രം. എന്താണ് ഫുൾ പവറിൽ നിൽക്കുന്നത്? ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 7-ാം രാശിയായ, അതായത് മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കടക രാശിയിൽ വ്യാഴം നിൽക്കുന്നു. ഇത് 7ാമത്തെ വ്യാഴം, അതായത് വിവാഹ സംബന്ധമായി വിവാഹം നടന്നതിന് ശേഷം ആ കുടുംബവശാൽ അല്ലെ വിവാഹത്തോടു കൂടി വിത്തം ലഭിച്ചീട് അറിഞ്ഞുകൊള്ളുക. വിത്തം എന്ന് പറഞ്ഞാൽ ധനമെന്നും അതുപോലെ തന്നെ ഐശ്വര്യമെന്നും രണ്ടർത്ഥമുണ്ട്. രണ്ടും ഒരർത്ഥത്തിലല്ലേ മറ്റൊരർത്ഥത്തിൽ ഒന്ന് തന്നെ. അതായത് വിവാഹ ജീവിതത്തോടു കൂടി തന്നെ അഭിവൃദ്ധിയും ഐശ്വര്യവും മേൽഗതിയും ഭവന നിർമ്മാണവും വസ്തുവും വാഹനവും വിവിധ ബാങ്കുകളിൽ നിക്ഷേപങ്ങളും കനകവേഷഭൂഷണാദി യോഗങ്ങളും ഉദ്യോഗലബ്ധിയും കണിശമായിട്ടും ലഭിക്കുമെന്നും അത് മുഖാന്തരം തന്നെ കുടുംബം തന്നെ രക്ഷപ്പെട്ടു പോകുമെന്നും ഒക്കെയുള്ള സൂചനകൾ ആണ് കത്തിനകത്ത് തുടക്കം മുതൽ അവസാനം വരെയുള്ളത്. 7ാം ഭാവത്തിൽ ജനിച്ച ചന്ദ്രരാശിയുടെ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന ഗജകേസരി യോഗം പുരുഷനായിരുന്നാലും സ്ത്രീയായിരുന്നാലും വിവാഹ ജീവിതത്തോടെയാണ് അവരുടെ കേസരി യോഗത്തിൻ്റെ ഉത്ഭവം. ജനിച്ച രാശിയിലാണെങ്കിൽ വ്യാഴം നിൽക്കുന്നെങ്കിൽ ആ കേസരി യോഗം സ്വയാർജിതമായിട്ടുള്ള അധ്വാനത്തിൽ നിന്ന് ഉണ്ടാവും. ജനിച്ച ലഗ്നത്തിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ ജനിക്കുന്നതിന് മുൻപേ തന്നെ അവർക്ക് ഭാഗ്യാനുഭവങ്ങളും സ്വത്തുക്കളും ഗർഭശ്രീമാൻ അല്ലേ ഗർഭശ്രീമതി, അതായത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ സ്വത്തുക്കളുടെ അവകാശിയായിട്ട് ജനിക്കപ്പെടും എന്നർത്ഥവും. ജനിച്ച രാശിയുടെ 4ാം രാശിയിലാണ് വ്യാജഗ്രഹമെങ്കിൽ സ്ത്രീ പുരുഷ പണ്ഡിത പാമര കുബേര കുചേല വ്യത്യാസമന്യേ മാതാവിൽ നിന്നോ മാതൃവഴി ബന്ധുക്കളെ കൊണ്ടോ മാതൃവഴിയുള്ള ആത്മാക്കളുടെ അനുഗ്രഹങ്ങൾ കൊണ്ടോ അവരുടെ ഐശ്വര്യം, അഭിവൃദ്ധി, മൽഗതി, ഉന്നമനം, ഉയർച്ച ഇത്യാദികളും. ജനിച്ച ചന്ദ്രരാശിയുടെ 7ാം രാശിയിലാണെങ്കിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ വിവാഹബന്ധത്തിലൂടെ അഭിവൃദ്ധിയും മേൽഗതിയും ഉദ്യോഗവും ധനധാന്യ ഭാഗ്യങ്ങളും സൽപുത്രാദി ജനനങ്ങളും. ജനിച്ച രാശിയുടെ 10ാം രാശിയിലാണെങ്കിൽ പിതാവ് വഴിയോ പിതൃവഴി ബന്ധുക്കളെ കൊണ്ടോ സ്വകർമ്മം, അതായത് ഉദ്യോഗലബ്ധി കൊണ്ടും സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ടും രാജധനങ്ങൾ കൊണ്ടും അവർ രക്ഷപ്പെട്ടു പോകുമെന്നും അവർക്ക് പിന്നാലെ നാടുകൊണ്ടും പിതൃവഴി, മാതൃവഴി, മാതുല വഴി, അതുപോലെ കർമ്മരംഗത്തെ ആശ്രിതരും അശരണരും മിത്രങ്ങളും സഹോദരങ്ങൾ വഴിയും ഗുരുജനങ്ങൾ വഴിയും ഗുരുത്വം വഴിയും ദൈവാനുഗ്രഹങ്ങൾ വഴിയും അവർക്ക് അനുദിനം ക്ഷേമ ഐശ്വര്യാദികൾ വർദ്ധിച്ചു വരുമെന്നും വരാഹമിഹിരൻ, മറ്റ് ഉന്നത ആചാര്യന്മാർ, ജ്യോതിശാസ്ത്രത്തിലെ അതിപ്രധാനങ്ങളായ വ്യക്തികൾ ഒക്കെ ഉദ്ഘോഷിക്കുന്നു പല ശാസ്ത്രങ്ങളിലും. ഏതായിരുന്നാലും ഇതിലെ ഗജകേസരി യോഗം വിവാഹത്തോടു കൂടി ഏതാണ്ട് 30 വയസ്സോടുകൂടി ഭാഗ്യങ്ങൾ തെളിയുമെന്നും ആ സമയത്ത് നക്ഷത്രങ്ങളും ഗ്രഹനിലയെല്ലാം ചേരുന്നവ തന്നെ വന്നു ചേരുമെന്നും എല്ലാം ഒത്തിണങ്ങി കിട്ടുമെന്നും കാണുന്നു. ലഗ്നത്തിൻ്റെ 4ാം ഭാവത്തിൽ സർപ്പം നിൽക്കുന്നതുകൊണ്ട്
ഗോത്രസംബന്ധോത്ഭൂത വൈഷമ്യം കുടുംബത്തിൽ എന്നാണ്. എന്താണ് നാലാം ഭാവം? അമ്മയുടെ കുടുംബ വഴി സർപ്പദോഷം ഉണ്ട് എന്നർത്ഥം. അല്ലെങ്കിൽ പിതൃക്കളുടെ അനുഗ്രഹക്കുറവുകളും കുര്യാലമൂർത്തികൾ, വെച്ചാരാധനാമൂർത്തികൾ എന്നിവയിൽ നിന്ന് ചില ദോഷങ്ങൾ പിൽക്കാലങ്ങളിൽ ആ ആരാധനാക്രമങ്ങൾ ഇല്ലാതെ വരികയോ അല്ലെ ഉപേക്ഷിക്കപ്പെടുകയോ അല്ലെ അത്തരം ആരാധനാമൂർത്തികളുടെ ആത്മാക്കളാൽ ശാപം ലഭിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വിശേഷം മകളുടെ ജനനത്തോടു കൂടി ജാതക നിലയിൽ കാണുന്നു. ഇപ്പോഴുള്ളതല്ല, ജനനത്തോടു കൂടി വന്നെങ്കിലല്ലേ ഇത് ഈ ഗ്രഹനില ഇങ്ങനെ വരുള്ളൂ. ആയതിനാൽ മാതൃകുടുംബ വഴിയുള്ള സർപ്പസംബന്ധമായ ദോഷങ്ങൾക്ക് മാതൃകുടുംബ വഴിയിലുള്ള സർപ്പക്ഷേത്രത്തിൽ സർപ്പബലി, 100 പാലും വഴിപാടുകൾ, അതുപോലെ തന്നെ നാഗപ്രീതികരങ്ങളായ പാൽപ്പഴം നിവേദിക്കുക ഇത്യാദി വഴിപാടുകളൊക്കെ ഒന്ന് ചെയ്ത് മുന്നോട്ട് പോയാൽ ഉദരസംബന്ധമായ അസുഖങ്ങളും സ്കിൻ ഡിസീസസ്, ത്വക്ക് രോഗങ്ങളും വരാൻ സാധ്യതയുള്ളതും, അതുപോലെ ഗർഭാശയ മാസമഹ രോഗങ്ങൾ, അതുപോലെ ആമാശയ സംബന്ധമായ രോഗങ്ങൾ, കുടൽ രോഗങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ പിടിപെടാൻ സാധ്യതയുണ്ടെന്ന് ഒരു സൂചന ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ ദോഷങ്ങളൊക്കെ ഏക്കാതിരിക്കുകയും ഏതിനും എന്തിനും ഒന്ന് കണ്ണീര് കുടിപ്പിച്ചിട്ടേ ഭാഗ്യം ലഭിക്കുകയുള്ളൂ എന്നാണ് ഇത്തരക്കാർക്ക്. ആയതിനാൽ അങ്ങനെയൊന്നും വിഷമങ്ങൾ വരാതിരിക്കാൻ എല്ലാ കർമ്മങ്ങൾക്കും മുൻപ് മാതൃകുടുംബം കണ്ടെത്തി അവിടുത്തെ സർപ്പക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും ധൂപദീപാദികളാൽ വഴിപാടുകളോ 100 പാൽ വഴിപാടുകളോ ഒക്കെ ചെയ്യുകയും പഞ്ചദുർഗ എന്ന് പറയുന്ന കർമാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. മാതൃകുടുംബ വഴി ഒക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പഞ്ചദുർഗ എന്ന് പറയുന്ന ആ കർമാനുഷ്ഠാനങ്ങൾ 5 ദിവസം മാതാവിൻ്റെയും കൂടെ പേര് ചേർത്ത് ജാതവേദസേ സുനവാമ സോമമരാതീയതോ നിദഹാദിവേദ സനഃപർഷദതി ദുർഗാണി വിശ്വാ നവേവ സിന്ധും ദുരിതാത്യക്തി താമക്തിവർണം തപസ്സാജ്വലന്തിം വൈരോചിനിം കർമ്മശതേശുഷ്ടാം ദുർഗാം ദേവീം ശരണമഹം പ്രപദ്യേ സുതരസി തരസേ നമ എന്ന് തുടങ്ങുന്ന പഞ്ചദുർഗ മന്ത്രങ്ങളെ കൊണ്ടുള്ള ചന്ദ്രന് പൂർണ്ണ ബലമുള്ള പൗർണമി ദിവസം മുതൽ 5 ദിവസം അടുപ്പിച്ച് പഞ്ചദുർഗ ഹോമമോ പഞ്ചദുർഗ പൂജയോ കർമാനുഷ്ഠാനങ്ങൾ ചെയ്ത് ചന്ദ്രകാന്തം, അതായത് മൂൺസ്റ്റോൺ എന്ന രത്നം സ്ഥിരമായി ധരിക്കുന്നതും മാതൃകുടുംബ വഴിയുള്ള ദോഷങ്ങളെയും ദുരിതങ്ങളെയും അതുപോലെ ഏതിനും എന്തിനും വിദ്യാഭ്യാസത്തിനും ശാരീരിക ഉദര ത്വക്ക് രോഗങ്ങൾ ഒന്നും വരാതിരിക്കുന്നതിനും ഉണ്ടെങ്കിൽ അവ പരിഹരിക്കപ്പെടുന്നതിനും ഏതിനും എന്തിനും ഒന്ന് വിഷമിപ്പിച്ച് ദുഃഖിപ്പിച്ചതിന് ശേഷം വലിയ ഭാഗ്യം ലഭിക്കുക, അത്തരം ദോഷാനുഭവങ്ങൾ മാറുന്നതിന് പഞ്ചദുർഗ ചെയ്യുന്നത് ഈ ജാതകത്തിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ദതിശങ്ക തുഷാരാഭം ക്ഷീരോദാരണ സംഭവം നമാമി ശശിനം സോമം ശംഭോർമകളഭൂഷണം തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഈ ശ്ലോകം ചൊല്ലി പുഷ്പാർച്ചനകൾ ദേവിക്ക് ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. അല്ലെങ്കിൽ അടുത്ത ജ്യോതിഷനെ കണ്ട് ഒരു പ്രശ്നവധി എടുത്തിട്ട് എവിടെയൊക്കെയാണ് മാതൃകുടുംബം, അത് ദുർഗാക്ഷേത്രം എവിടെയാണ്, അവിടെ പോയി ആശ്രയിച്ച് ധൂപദീപാദികളാൽ വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. നല്ല ജാതകമാണ്. ആഗ്രഹിക്കുന്നതിന് മുൻപേ തന്നെ എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കാനുള്ള യോഗങ്ങൾ എന്നിവയൊക്കെയാണ് ഈ കേസരി യോഗങ്ങൾ. പക്ഷേ അതിന് അപരാധമായി മാതൃ വഴിയിലുള്ള ദുഃഖങ്ങളെ ഒന്ന് അനുഭവിപ്പിച്ചിട്ടേ ഈ ഗുണം കിട്ടൂ എന്നൊരു നിർബന്ധം ഈ ജാതക നില ഉള്ളതുകൊണ്ട് ആ ദോഷഫലങ്ങളൊന്ന് കുറഞ്ഞു കിട്ടാനാണ് ഈ പറഞ്ഞ പ്രതിവിധികളെല്ലാം. ഇപ്രകാരം ചെയ്ത് ഭംഗ്യന്തിരേണ മുന്നോട്ട് പോകാവുന്നതാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കൊടുമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പാക്കാവുന്നതാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി. ദേവാമൃതം